കൊച്ചി കടവന്ത്ര സ്വദേശി സുഭദ്രയെ കൊലപ്പെടുത്തിയത് മയക്കുമരുന്ന് നൽകിയ ശേഷമെന്ന് പ്രതികൾ. മാത്യുവിന്റെ സുഹൃത്തും ബന്ധുവുമായ റെയ്നോൾഡാണ് കൊലപാതകത്തിന് വേണ്ട സഹായങ്ങൾ നൽകിയതെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സുഭദ്ര കൊലക്കേസുമായി ബന്ധപ്പെട്ട് സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. അനഘ ഹർഷൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. അനഘ, ഇപ്പോൾ റെയ്നോൾഡിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്, അല്ലേ? മയക്കുമരുന്ന് നൽകിയ ശേഷം കൊലപ്പെടുത്തി, അതായത് കൃത്യം എങ്ങനെ നടത്തി എന്നതിന്റെ വിശദാംശങ്ങൾ കൂടി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതികൾ വെളിപ്പെടുത്തുന്നു. വിനീത വേണു, ഈ സുഭദ്ര കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതികൾ മയക്കുമരുന്ന് നൽകിയാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ മയക്കുമരുന്ന് പ്രതികൾക്ക് വാങ്ങി നൽകിയത് മാത്യൂസിന്റെ അയൽവാസിയും സുഹൃത്തുമായിട്ടുള്ള റെയ്നോൾഡാണ്. അതുകൊണ്ട് തന്നെ റെയ്നോൾഡിനും ഈ കൃത്യത്തിൽ പങ്കുണ്ടെന്ന് അനുമാനത്തിൽ തന്നെയാണ് പോലീസ്. ഈ മയക്കുമരുന്ന് നൽകിയ ശേഷം സുഭദ്രയെ മയക്കിക്കിടത്തുക, അതിനുശേഷം സുഭദ്രയുടെ ആഭരണങ്ങൾ കവരുക, ഇതാണ് പ്രതികൾ മുന്നിൽ ലക്ഷ്യം വെച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പദ്ധതി തയ്യാറാക്കി മയക്കുമരുന്ന് വാങ്ങി മയക്കുമരുന്ന് ഭക്ഷണത്തിൽ കലർത്തി ഈ സുഭദ്രയ്ക്ക് നൽകുന്നത്. ഇത് കഴിച്ചതിനെ തുടർന്ന് സുഭദ്ര മയക്കത്തിലേക്ക് പോവുകയും പിന്നീട് പോകും എന്ന് മനസ്സിലാക്കിയ ഈ പ്രതികൾ സുഭദ്രയുടെ ആഭരണങ്ങൾ കവർന്ന് അത് വിറ്റ് പണമാക്കാം എന്ന നിഗമനത്തിലേക്കാണ് എത്തിയിരുന്നത്. അവിടെയാണ് ഈ പ്രതികൾക്ക് പാളിച്ച പറ്റിയത്. ഈ സുഭദ്രയുടെ ആഭരണങ്ങളിൽ മിക്കവയും സ്വർണ്ണാഭരണങ്ങളായിരുന്നില്ല, അത് മുക്കുപണ്ടമായിരുന്നു. ഇത് പണയം വെക്കാൻ എത്തിയപ്പോഴാണ് പ്രതികൾ ഇത് മുക്കുപണ്ടമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇതിന് ഉടുപ്പിയിലും മറ്റുമൊക്കെ തന്നെ പ്രതികൾ സുഭദ്രയുടെ മോതിരവും വളയുമാണ് പണയം വെച്ചത്. മറ്റ് ആഭരണങ്ങളൊക്കെ തന്നെ സുഭദ്രയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ മുക്കുപണ്ടമായിരുന്നു എന്ന് പിന്നീടാണ് പ്രതികൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ മാത്യൂസും ഷർമിളയും മാത്രമല്ല, മാത്യൂസിന്റെ സുഹൃത്തായിട്ടുള്ള റെയ്നോൾഡും പ്രതിയാണ് എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഈ നിമിഷത്തിൽ നമുക്ക് പുറത്തേക്ക് വരുന്നത്. ആസൂത്രിതമായ ഒരു കൊലപാതകം ഗൂഢാലോചന നടത്തി പ്രതികൾ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് സുഭദ്രയെ അവിടെ എത്തിച്ച് മയക്കുമരുന്ന് ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള ഒരു കൊലപാതകം, അത്തരത്തിലൊരു കൃത്യം എന്ന് വ്യക്തമാവുകയാണല്ലേ? അതെ വിനീത, പോലീസിന്റെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമാകുന്നത് അങ്ങനെ തന്നെയാണ്. ഈ പ്രതികൾ ഈ സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കണമെന്ന ഒരു പദ്ധതി പ്രതികൾക്ക് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിനായിട്ടുള്ള പദ്ധതികൾ അവർ തയ്യാറാക്കി. ഈ സുഭദ്ര കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ വീടിനോട്, മാത്യൂസിന്റെയും ഷർമിളയുടെയും വീടിനോട് ചേർന്ന് കുഴിയടക്കം എടുത്തിരുന്നു. ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. അതായത് സുഭദ്രയെ കൊലപ്പെടുത്തുക, ആഭരണങ്ങൾ കൈക്കലാക്കുക, ആ ആഭരണങ്ങൾ പണയം വെച്ചും വിറ്റും പണം ഉണ്ടാക്കുക, കൃത്യമായി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം നടത്തിയ ഒരു കൊലപാതകമായി ഈ സുഭദ്ര കൊലക്കേസ് മാറുകയാണ് വിനീത വേണു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ആലപ്പുഴ കലവൂരിൽ കോർത്തുശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിൽ സുഭദ്രയെ എത്തിച്ചുകൊണ്ട് കൃത്യമായി ആസൂത്രണം ചെയ്ത ശേഷം നടത്തിയ കൊലപാതകമെന്നാണ് ഇപ്പോൾ മാത്യൂസും ഷർമിളയും അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. പ്രതികൾ ഇപ്പോൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചത് ഇത്തരത്തിൽ പോലീസ് നടത്തിയ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തത്. എന്നാൽ ഏറ്റവും നിർണായക കാര്യം അനഘ, ഈ സ്വർണ്ണാഭരണങ്ങളായിരുന്നില്ല സുഭദ്ര അണിഞ്ഞിരുന്നത് എന്നതാണ്. റോൾഡ് ഗോൾഡ് ആഭരണങ്ങളായിരുന്നു സുഭദ്ര അണിഞ്ഞിരുന്നതിൽ മിക്കതും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വർണം വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അമളി പറ്റുകയും ചെയ്തു ഈ പ്രതികൾക്ക് എന്നുള്ളതാണ്. റോൾഡ് ഗോൾഡ് ആഭരണങ്ങളായിരുന്നു മിക്കതും സുഭദ്ര ധരിച്ചിരുന്നത് എന്ന് തിരിച്ചറിയാൻ പക്ഷേ ഇത്രയധികം ആസൂത്രണം നടത്തിയ പ്രതികൾ വൈകിപ്പോയി എന്നതാണ്. അതെ വിനീത, ഈ പ്രതികൾ സുഭദ്ര ധരിച്ചിരുന്നത് മുഴുവൻ സ്വർണ്ണാഭരണങ്ങളാണ് എന്ന ഒരു ധാരണയാണ് പ്രതികൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും സുഭദ്രയുടെ ശരീരത്തിൽ മോതിരവും സ്വർണ്ണ വളയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് തെറ്റിദ്ധരിച്ച് മറ്റെല്ലാം സുഭദ്ര ധരിച്ചിരുന്ന ആഭരണങ്ങളൊക്കെ തന്നെ സ്വർണ്ണമാകാം എന്നൊരു ധാരണയിലാണ് ഈ പ്രതികൾ എത്തിയത്. ഈ സുഭദ്രയും ഷർമിളയും ഒക്കെ തന്നെ നല്ല സുഹൃത്തുക്കളാണ്, വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സുഭദ്രയെ
വീട്ടിലെത്തിക്കാനും അവർക്ക് ആ രീതിയിൽ ഈ കൊലപാതകം ആസൂത്രണം ചെയ്യാനൊക്കെ തന്നെ കൃത്യമായി നടന്നു എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 7-നാണ് അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മകൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി എത്തുന്നത്. ഈ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണം ആലപ്പുഴ കലവൂരിലേക്ക് എത്തുന്നത്. ഈ സുഭദ്രയുടെ ഫോൺ കേന്ദ്രീകരിച്ചാണ് ആദ്യം അന്വേഷണം പോയിരുന്നത്. ഈ ഫോൺ ലൊക്കേഷൻ അവസാനം ഉണ്ടായിരുന്നത് കലവൂരിലാണ്. അങ്ങനെയാണ് സുഭദ്ര മാത്യൂസ് ദമ്പതികളിലേക്ക് പോലീസിന്റെ അന്വേഷണം ആദ്യം എത്തുന്നത്. ഈ സമയത്ത് തന്നെ ഈ പരിസരവാസികളോടൊക്കെ തന്നെ ഈ ദമ്പതികളെക്കുറിച്ചും ഈ സുഭദ്രയും ദമ്പതികളുമായുമുള്ള അടുപ്പത്തെക്കുറിച്ചൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചിരുന്നു. ആ സമയത്ത് ഈ നാട്ടുകാരൊക്കെ തന്നെ പറഞ്ഞിരുന്നത് ഈ മാത്യൂസും ഷർമിളയും ഒക്കെ തന്നെ സ്ഥിരം മദ്യപാനികളാണ്, മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നവരാണ്. ഒരു ഘട്ടത്തിൽ ഈ മാത്യൂസിന്റെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഷർമിള മദ്യപിച്ച മാത്യൂസിന്റെ കൈഞ്ഞരമ്പ് മുറിച്ചിട്ടുണ്ട് എന്ന്. ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. പിന്നീട് പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് തേഞ്ഞുമാഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ഒരു നല്ല പശ്ചാത്തലമല്ല ഈ മാത്യൂസിനും ഷർമിളയ്ക്കും. മാത്രമല്ല അനഘ, നേരത്തെ ഈ സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ തന്നെ മോഷ്ടിക്കാനുള്ള ഒരു ശ്രമം ഈ പ്രതികൾ നടത്തിയിരുന്നു അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട സുഭദ്ര ഇവരുമായി വാക്തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പിന്നീട് വീണ്ടും ഇവരെ അനുനയിപ്പിച്ച് ഈ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ വിനിത, അതായത് ഈ സുഭദ്രയും ഷർമിളയുമായി നിരന്തരം പണമിടപാടുകൾ നടത്താറുണ്ട്. ഈ മാത്യൂസിന്റെ അച്ഛൻ ആ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 7,000 രൂപ ഈ മാത്യൂസും ഷർമിളയും സുഭദ്രയുടെ കയ്യിൽ നിന്ന് വാങ്ങി ആ പണം തിരിച്ചു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് സുഭദ്ര തന്റെ വീട്ടിൽ വന്ന് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ തന്നെ മാത്യൂസിന്റെ അച്ഛൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ ഈ സുഭദ്രയും ഷർമിളയും തമ്മിൽ വലിയ രീതിയിലുള്ള പണമിടപാടുകൾ നടത്താറുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ സുഭദ്ര ഷർമിളയുടെ സ്വർണ്ണ വള പണയം വെക്കാനടക്കം വാങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ പരസ്പരം കൈമാറിയിട്ടുമുള്ള ഒരു ബന്ധം ഇവർ തമ്മിലുണ്ടായിരുന്നു. ഈ ഷർമിള ആ പ്രദേശവാസികളോടൊക്കെ തന്നെ പറഞ്ഞിരുന്നത് ഇത് എന്റെ അമ്മയുടെ അനിയത്തിയാണ് എന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കാർക്കും തന്നെ ഈ രീതിയിലൊരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ പോലും സുഭദ്രയ്ക്കും ഇത്തരത്തിൽ തന്നോട് ഈ കൊടും ക്രൂരത ഈ പ്രതികൾ കാണിക്കുമെന്നും ഈ സുഭദ്രയും കരുതിയിരുന്നില്ല. ഒറ്റയ്ക്ക് എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് സുഭദ്ര. ഒരു മകനാണുള്ളത്, ബാലകൃഷ്ണൻ. ഈ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മകൻ തന്നെയാണ് ആദ്യം പരാതിയുമായി എത്തുന്നത്. ഈ പ്രതികൾ ഈ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ടും മകനുമായി വലിയ അടുപ്പം വെച്ച് പുലർത്താത്തതുമൊക്കെ കൊണ്ട് തന്നെ ഈ മരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ സുഭദ്രയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ വലിയ അന്വേഷണമൊന്നും ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല എന്നൊരു ധാരണ പ്രതികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അനായാസം ഇത്ര കൊടും ക്രൂരത ചെയ്ത് ഈ സുഭദ്രയെ കൊന്ന് കുഴിച്ചു മൂടാനുള്ള തരത്തിലേക്കൊക്കെ തന്നെ ഈ പ്രതികൾ നീങ്ങിയത് വിനീത. വ്യക്തമാണ് അനഘ. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ മാത്യൂസ്, ഷർമിള, റെയ്നോൾഡ് എന്നിവരിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഈ 3 പേരാണ് പ്രതികൾ എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? കൂടാതെ ഇവർക്ക് ഒളിവിൽ കഴിയാൻ ഇത്രയധികം ദിവസം മാറി നിൽക്കാനൊക്കെ സഹായം നൽകിയത് ആരായിരിക്കണം? അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഈ ഷർമിള ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഇന്നലെയാണ് കർണാടകയിൽ വെച്ച് ഷർമിളയും മാത്യൂസിനെയും അന്വേഷണ സംഘം വലയിലാക്കുന്നത്. ഇത് ഷർമിള ആ സമയം കഴിഞ്ഞിരുന്നത് ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. പക്ഷെ അവർക്കൊന്നും തന്നെ ഇവർ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്ത് നാട്ടിൽ നിന്ന് മുങ്ങി വന്നവരാണ് എന്നൊന്നും തരത്തിലുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പോലീസിന്റെ അന്വേഷണം ആ രീതിയിലേക്കൊന്നും കടന്നിരുന്നില്ല. ഈ അന്വേഷണം ഇപ്പോൾ പ്രധാനമായും പോകുന്നത് ഈ കേസിൽ സുഭദ്ര കൊലക്കേസിൽ ഷർമിളയും മാത്യൂസും റൈനോൾഡും ഈ ക്രൂരകൃത്യത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ പങ്കുണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് നടക്കുന്നത്. അതിനുശേഷം ഈ ഓണാവധിക്ക് ശേഷമായിരിക്കും കൃത്യമായൊരു ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ മാത്രമേ ഈ കേസിൽ പിന്നീടായിരിക്കുമെന്ന് ആലപ്പുഴ SP തന്നെ വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചി കടവന്ത്ര സ്വദേശി സുഭദ്രയെ കൊലപ്പെടുത്തിയത് മയക്കുമരുന്ന് നൽകിയ ശേഷമാണെന്ന് പ്രതികൾ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്.
പറഞ്ഞിരിക്കുന്നു. മാത്യുവിന്റെ സുഹൃത്തും ബന്ധുവുമായ റെയ്നോൾഡാണ് കൊലപാതകത്തിന് വേണ്ട സഹായങ്ങൾ നൽകിയതെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാം പ്രതിയായി റെയ്നോൾഡ് എത്തുകയാണ്. ഈ കേസിൽ ഗൂഢാലോചന നടത്തി, കൃത്യമായി ആസൂത്രണം നടത്തി, സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകം നടത്തിയത് എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. അനഘ ഹർഷനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിലും ഈ ചോദ്യം ചെയ്യലിന്റെ സുപ്രധാനമായ വിവരങ്ങൾ അനഘ പങ്കുവയ്ക്കും. നമുക്ക് അതിലേക്ക് തിരിച്ചെത്തണം. അതിനു മുൻപ്